എല്ലാ കാര്യങ്ങളും തലതിരിയുകയാണ്. തലതിരിഞ്ഞ ലോകത്തേക്കാട് മനുഷ്യന്റെ ഇന്നത്തെ ജീവിതം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അന്തലിതല്ലമത്തു റബ്ബത്തഹ, കാര്യങ്ങളെ കടക വിരുദ്ധമാകുന്ന കാലം വന്നാൽ വഅംതറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലതരിയാശ, ചെരുപ്പ് ധരിക്കാൻ നിവൃത്തിയില്ലാതിരുന്നവര്, മുണ്ടുടുക്കാൻ നിവൃത്തിയില്ലാതിരുന്നവര്, ആടിനെ മേയിച്ചുകൊണ്ട് നടന്നവര്, അവരുടെ കാലിൽ നോക്കിയാൽ ചെരുപ്പില്ലാതെ നടന്നതിന്റെ അടയാളം എത്ര തന്നെ സോപ്പിട്ടാലും എത്ര തന്നെ മരുന്നുപയോഗിച്ചാലും മാറാത്ത അവസ്ഥയിൽ കാണാൻ കഴിയുമെങ്കിൽ ഇന്നലകളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവര് അംതറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലതരിയാശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ, വലിയ വലിയ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് കിബ്ർ കാണിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഗതിയില്ലാതിരുന്നവർ പെട്ടെന്നൊരു 10 നിലയ്ക്ക് 2 നിലയ്ക്ക് ഒരു വീട് വെച്ചു. എന്നിട്ടോ പേരിന് വാപ്പായ ഒരു ഹജ്ജിനും വിട്ടു. ഉമ്മായി അപ്പോഴേ വാപ്പാടെ കിബറും കൂടും. വാപ്പ പിന്നെ ഒരു ബനിയനോ കെട്ടൊരു പച്ച ബെൽറ്റോ കെട്ടി കസേരയ്ക്കകത്ത് ഇരുത്തേ കണ്ടു കഴിഞ്ഞാൽ ആകാശം പോലും ഇടിച്ചു തറയിടുന്ന ഇരുത്തേരി. എന്നിട്ട് ആരെങ്കിലും പാവങ്ങൾ, ഇന്നലെ വരെ ഇയാൾക്ക് യാതൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. മക്കള് ഗൾഫിൽ പോയി കാശൊക്കെയായി 1-2 ഹജ്ജുമൊക്കെ ചെയ്ത് കസേരയ്ക്കകത്തേക്ക് ഒരു പാവപ്പെട്ട പിരിനൂരും. പക്ഷെ ഇന്നലെ അയാൾ മറക്കും. അപ്പോ അയാളടുത്ത് ഇവിടുന്ന് വരുന്നത് എന്താ വിലപ്പെടുത്തിയുള്ള ജോലി? ഈ നിലയിൽ ഒരു 250 ചോദ്യം ചോദിച്ചിട്ട് കൊടുക്കുന്ന 50 പൈസയായിരിക്കും. ഇല്ല, ചോദ്യം കേൾക്കുമ്പോഴത്തേക്ക് അയാൾ വിചാരിക്കും ഏതൊക്കെ വലുത് കിട്ടാൻ പോവാന്ന്. ഈ ഒരവസ്ഥ ലോകത്ത് സംജാതമാകുന്നു. അങ്ങനെ ബഹുനില കെട്ടിടങ്ങൾ വെച്ചുകൊണ്ട് ആ കെട്ടിടങ്ങൾ ഉള്ളിൽ നിന്നുകൊണ്ട് കിബ്ർ കാണിക്കുന്ന, അഹന്ത കാണിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ നാശം സമ്പത്താണ്. സമ്പത്ത് കൂടിയപ്പോഴല്ലേ അവൻ പടച്ചവനെ മറന്നത്. ഇന്നലകളിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരുന്നപ്പോ അവൻ ചിന്തിച്ചിരുന്നത്, റബ്ബേ എന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, ഞാൻ സ്വതക്ക ചെയ്യുമായിരുന്നു എന്നവൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നവന്റെ കയ്യിൽ സമ്പത്ത് വന്നപ്പോ അവന്റെ നിസ്കാരം പോയില്ലേ, അവന്റെ നോമ്പ് പോയില്ലേ, അവന്റെ സൽക്കർമ്മങ്ങൾ പോയില്ലേ, അവന്റെ പാപങ്ങളോടുള്ള കരുണ പോയില്ലേ. ഇന്നലെ വരെ തോളിൽ കൈയിട്ട് കൊണ്ട് നടന്ന പാപങ്ങളെ അവൻ ഉപേക്ഷിച്ചില്ലേ. ഇന്നലകളിൽ അവൻ അന്നം മുട്ടിയ സമയത്ത് കഞ്ഞി കുടിച്ചിരുന്ന വീടുകളെ അവൻ മറന്നുപോയില്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രവാചകന്റെ നാവിൽ പഞ്ചസാര നുള്ളിയിട്ട് കൊടുക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പറയുന്നതൊന്നും പാടിയിട്ടില്ല. ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ നാശം സമ്പത്താണ്. ഈ സമ്പത്ത് കൊണ്ട് നല്ലൊരു വിഭാഗം ആൾക്കാർ നശിച്ചു പോയിട്ടുണ്ട്. നശിച്ച പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയ ഒരു സമൂഹത്തെ സൽവഴിയിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഅലബ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സഅലബത്ത് ബിൻ അബി ഹാത്തിബ് എന്ന നായന്റെ ഫുൾ പേര്. അദ്ദേഹം നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാൽ ഉടൻ പെട്ടെന്നിറങ്ങി വീട്ടിലേക്ക് ഓടുമായിരുന്നു. പെട്ടെന്നിറങ്ങി വീട്ടിലേക്ക് സഅലബ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ഒരു ദിവസം, അല്ല സഅലബ, നിനക്ക് അല്ലാഹുവോടൊന്നും ചോദിക്കാനില്ലേ? നീ എന്താണ് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് ഓടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോൾ സഅലബ പൊട്ടിക്കരയുകയാണ്. സഅലബയുടെ മറുപടി ഒരു കരച്ചില. ഇത് കണ്ട് പ്രവാചകൻ ചോദിച്ചതും കൂടി അബദ്ധമായി പോയോ എന്ന് മനസ്സിലാക്കി.
അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല സൈലബ, നീ കരയാതെ കാര്യം പറയുക, എന്താണ് നീ നിലവിളിക്കുന്നത്? എന്തിനാണ് നീ പള്ളിയിൽ നിന്ന് ദുആ ചെയ്യാതെ പോകുന്നത് സൈലബ? ഈ സമയം സൈലബ പറയുന്നു, അല്ല റസൂലേ, ഞാൻ ഈ ഇട്ടിരിക്കുന്ന പുടവ കണ്ടോ നബിയേ? ഈ വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം എൻ്റെ വീട്ടിലില്ല റസൂലേ. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നഗ്നയാണ് നബിയേ. ഞാൻ നിസ്കരിച്ചിട്ട് എൻ്റെ ഈ വസ്ത്രം കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ എൻ്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ കഴിയൂ റസൂലേ. അത്രത്തോളം എൻ്റെ അവസ്ഥ മോശമാണ് യാ ഹബീബല്ലാഹ്. ഉടുതുടിക്ക് മറുതുടിയില്ല നബിയേ എന്നല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ ഫൈന റസൂലുള്ളാഹി റസൂലില്ലാഹി തദ്രിഫാൻ, അല്ലാഹുവിൻ്റെ റസൂലും കരഞ്ഞു പോയി. ഈ സമയം അല്ലാഹുവിൻ്റെ റസൂലിനോട് സഅലബ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി അങ്ങൊന്ന് പടച്ചവനോട് പറയുമോ നബിയേ? ഈ പാവം സഅലബയ്ക്ക് സമ്പത്ത് വരാൻ അങ്ങൊന്ന് പറയുമോ റസൂലേ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലയോ സഅലബ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും അഭികാമ്യം ഇതാണ് സഅലബ, മറുമാർഗം നീ ചോദിക്കണ്ട സഅലബ. ഈ സമയം സഅലബ വീണ്ടും പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് എത്ര തന്നെ സമ്പത്ത് വന്നാലും ഞാൻ അല്ലാഹയെ മറക്കില്ല നബിയേ. ഞാനതിൻ്റെ കറക്റ്റായി തന്നെ ചിലവഴിക്കാം നബിയേ എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് സഅലബ വാക്ക് പറയുമ്പോ അല്ലാഹുവിൻ്റെ റസൂൽ പ്രവാചകന്റെ ദുആ ഒരിക്കലും തള്ളപ്പെടാത്ത ദുആ ആണെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇരുകരങ്ങളും ജഗത്തികന്താവിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ ഈ സഅലബയ്ക്ക് സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം, ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഉദാഹരണമാണിത്. അല്ലാഹുവിൻ്റെ റസൂലിനോട് വാക്ക് പറയുകയാണ്. പ്രവാചകൻ ദുആ ചെയ്തു, അങ്ങനെ സഅലബയ്ക്ക് ഒരു ആടിനെ കിട്ടി. ഇന്ന് പലരും പറയാറുണ്ടല്ലോ, പള്ളിയിലേക്ക് വരാൻ വേണ്ടി വിളിക്കുമ്പോൾ അത് വരാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ജോലിയുണ്ട്, കച്ചവടമുണ്ട്, ആ മുസ്ലിയാർക്ക് വല്ലതൊക്കെ പറയാം, എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, ഇവരൊക്കെ പറയുന്നവരുണ്ട്. മുസ്ലിയാരെ ഈ ചെറുപ്പക്കാരെയൊക്കെ ഇളക്കി വിട്ടേക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ തന്നെയാണ് വിട്ടിട്ടുള്ളത്, സംശയമൊന്നുമില്ല, ഞാൻ തന്നെയാണ് വിട്ടത്. എന്തിനാണ്? അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കാനാണ്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ കടന്നവരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ സഅലബ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സത്യം ചെയ്യുമ്പോ സഅലബയ്ക്ക് ഒരാടിനെ അല്ലാഹുവിന്റെ റസൂലുക്ക് ദുആ ഫലമായി കിട്ടുകയാണ്. എന്നിട്ട് ആട് രണ്ടാകുന്ന ചരിത്രം ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ സഅലബയ്ക്ക് ആടിൻ പറ്റങ്ങളായി മാറുകയാണ്. സഅലബയ്ക്ക് ആടിൻ പറ്റങ്ങളായപ്പോ സഅലബ പിന്നെ പള്ളിയിലേക്ക് പോകാതെയാവുകയാണ്. ഒരു വഖത്തിനുണ്ട്, ഒരു വഖത്തിന് വരും, ബാക്കി 4 വഖത്തിനും ഇല്ല. കാരണം ആടിനെ പിഴിയുന്ന ജോലി, ആടിനെ അടിച്ചു കിട്ടുന്ന ജോലി, സമ്പത്ത് വന്നപ്പോൾ പടച്ചോൻ്റെ പള്ളിയായിട്ടുള്ള ബന്ധം കുറഞ്ഞു. അപ്പോൾ നമ്മുടെ നാസർക്ക് രാവിലെ കച്ചവടം കഴിഞ്ഞ് പള്ളി വരാൻ പറ്റും. നേരെ മറിച്ച് ആ കടയൊന്ന് വിശാലപ്പെടുത്തി പൊറോട്ട ഇറച്ചിയും ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ ആയുള്ള അവസ്ഥ എന്തായിരിക്കും? ഒട്ടും പള്ളി വരാൻ പറ്റില്ല, അങ്ങ് നിർത്തും. കാരണം എന്താ? കാശ് കൂടി വരുമ്പം പരിപാടി വേണ്ടാന്ന് നോക്കും. കാരണം എന്താ? അവിടെ പോയി നിസ്കരിച്ച് അത്രയും സമയം നഷ്ടപ്പെടും. ഇവിടെ 10 കസ്റ്റമർ വന്നാൽ ബിരിയാണി കൊടുക്കാം, ചായ കൊടുക്കാം. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നു. അങ്ങനെ സഅലബ പള്ളിയിൽ വരാതെ ആയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വേദന കൊണ്ട് പറയുന്നു, വാ സഅലബ, സഅലബയ്ക്ക് പറ്റിയ കേടേ, സഅലബയ്ക്ക് പറ്റിയ നാശമേ. എന്റെ സഹോദരന്മാരെ, അവസാനം സക്കാത്തിന്റെ ആയത്തിറങ്ങുകയാണ്.
നിങ്ങൾ ചിന്തിക്കണം, ഖുദ് മിൻ അംവാലിഹിം വഅൻഫുസിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ എന്ന് പറഞ്ഞുകൊണ്ട് സകാത്തിന്റെ ആയത്ത് അവതരിക്കുമ്പോൾ ഹബീബുനാ വശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ട് പേരെ വിളിക്കുന്നു, ബനു ജുഹൈനയും ബനു സുലൈമും ഗോത്രത്തിൽപ്പെട്ട രണ്ട് പേരെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും സഅലബയുടെ സക്കാത്ത് തരാൻ പറയണമെന്ന് പറഞ്ഞയക്കുമ്പോൾ ഇന്നലെ പാവപ്പെട്ടവനായിരുന്ന സഅലബയുടെ മുന്നിൽ, ഇന്നത്തെ കോടീശ്വരനായ സഅലബയുടെ മുന്നിൽ, ഇന്നലെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഅലബയുടെ മുന്നിൽ, ഇന്നത്തെ കോടീശ്വരനായ സഅലബയുടെ മുന്നിൽ ഈ രണ്ടുപേരും വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇത്ര വിഹിതം സക്കാത്തായി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സഅലബത്ത് ബിൻ അബീ ഹാത്തിബ് പറയുന്ന മറുപടി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ എന്റെ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയ സമ്പത്ത് ഞാൻ ആർക്ക് കൊടുക്കണമെന്നാണോ ഈ പറയുന്നത്? അതിന് സാധ്യമല്ല എന്ന് സഅലബത്ത് ബിൻ അബീ ഹാത്തിബ് പറയുമ്പോൾ, എടോ ഇന്നലെ 1,00,000 രൂപ നിന്റെ മകളെ കെട്ടിക്കാൻ സ്വർണ്ണക്കടയിൽ കൊടുക്കാൻ 1,00,000 രൂപയ്ക്ക് വേണ്ടി നീ കായംകുളം മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള സർവ്വ സ്ഥലങ്ങളും കയറി ഇറങ്ങിയിട്ടോ അവസാനം 1,00,000 രൂപ കിട്ടാതെ വലഞ്ഞിരുന്ന നീ ഇന്ന് നിന്റെ ഏറ്റവും ഇളയ മകളെ കെട്ടിക്കുമ്പോ 200 പവൻ കൊടുക്കുമ്പോ, എടോ എന്തുകൊണ്ടാ ഇന്നലെ നീ 1,00,000 രൂപയ്ക്ക് ഓടിയ വിഷമം മറന്നുപോയോ? നിന്റെ മൂത്ത മകളെ കെട്ടിക്കാൻ 1,00,000 രൂപയ്ക്ക് കായംകുളം മുതൽ കരുനാഗപ്പള്ളി വരെ നീ കയറി ഇറങ്ങിയെങ്കിൽ നിന്റെ ഏറ്റവും ഇളയ മകളെ കെട്ടിക്കുമ്പോ നീ 200 പവൻ കൊടുത്തുകൊണ്ട് കെട്ടിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ഇന്നലത്തെ അവസ്ഥ ഓർത്തുകൊണ്ട് എന്റെ മകളെക്കാൾ പ്രായമുള്ളവര് ഈ നാട്ടിൽ വേറെ ഉണ്ടല്ലോ, അവരെ കൂടി കെട്ടിക്കാൻ ഞാൻ തയ്യാറെടുക്കണമെന്ന് എന്തേ നീ ചിന്തിക്കാത്തത്? എന്തേ നീ പാവങ്ങളെ മറക്കുന്നത്? എന്തേ നീ പാവങ്ങളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്നത്? എന്തേ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരിലേക്ക് നീ ഇറങ്ങാത്തത്? എടാ നിന്റെ റബ്ബ് നാളെ പിടിച്ചു നിർത്തോ, കൈകെട്ടണം നീ അള്ളാന്റെ മുമ്പിൽ നീ സമാധാനം പറയണോ? രാത്രികളില് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായിടുമ്പോ മഴ പെയ്ത് നിസ്കാരപ്പായിലേക്ക് വെള്ളം വീഴുന്ന ആയിരക്കണക്കിന് പാവങ്ങൾ നിന്റെ നാട്ടിലുള്ളപ്പോ അവരെ നീ പരിഗണിച്ചില്ലെങ്കിൽ എന്റെ പൊന്നു മോനെ നീ നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇവിടെ സഅലബത്ത് ബിൻ അബീ ഹാത്തിബ് ചോദിക്കുന്നു, ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് ഞാൻ കൊടുക്കണോ? അങ്ങനല്ലേ ഇപ്പൊ ഇരിക്കുന്ന സാധുക്കളുടെ അവസ്ഥ? അവരൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താ? അടച്ചോനെ എൻ്റെ കൈ വന്നെങ്കിൽ ഞാൻ കൊടുക്കും. പക്ഷേ ഇവരെ നാളെ രാവിലെ ഒരു വിസ എടുത്തൊന്ന് ഗൾഫിലോട്ട് വിടട്ടെ, അവിടെ ചെന്നൊരു നല്ല ജോലിയെ കിട്ടി, പെട്ടെന്ന് തന്നെ അടുത്തൊരു എത്തിങ്കാന കണ്ടു, അറബി അവിടെ ആക്കി. എൻ്റെ സഹോദരന്മാരെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് പിന്നെ അവർ ഈ പഴമയങ്ങ് മറക്കും അല്ലേ? പിന്നെ അള്ളാഹ് പള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞാലോ, പാവങ്ങളെ സഹായിക്കാൻ പറഞ്ഞാലോ, ഇത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ പൂർവ്വപിതാക്കർ, നമ്മുടെ മാതാവിൻ്റെ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ പിതാവൊക്കെ ചെറ്റക്കുടിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ദുആ ചെയ്തതിൻ്റെ ഫലമാണ് നാം ഇന്ന് സന്തോഷകരമായി കഴിയുന്നത്. അവർ ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ല, അവർ കാറിൽ യാത്ര ചെയ്തിട്ടില്ല, അവർ സ്വസ്ഥമായി AC ഇട്ട് സഞ്ചരിച്ചിട്ടില്ല. പക്ഷേ അവർ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചവരെ ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ലേ എന്ന്. അതിൻ്റെ സന്തോഷമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് എങ്കിൽ അതുപോലെ താഴെ തട്ടിലുള്ള ആൾക്കാരെ നാം ഒരു 2 നിലയ്ക്ക് സുന്ദരമായ കെട്ടിടം വെക്കുമ്പോൾ അതിൻ്റെ എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഒരു മതിലിന് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ നിന്റെ വീടിൻ്റെ തൊട്ടയിലത്തോ
സ്വസ്ഥമായിട്ട് താമസിക്കാൻ താമസിക്കാൻ ഒരു വീടില്ലാതെ കിടക്കുന്ന പാവപ്പെട്ടവന് നിസാരമായ 2 ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെച്ചു കൊടുത്തിട്ടോ നീ ഈ വലിയ പണി കാണിച്ചെങ്കിൽ തീർച്ചയായും നിന്നെ അംഗീകരിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ മുഅ്മിനേ, ഇത് മലാഹിരിയുടെ വർത്തമാനം മാത്രമല്ല, നിങ്ങൾക്കൊരു പക്ഷേ എൻ്റെ നേരെ ആക്ഷൻ നടപ്പിലാക്കാൻ സാധിച്ചേക്കും. പക്ഷേ രാജാതിരാജനായ അല്ലാഹു ഉണ്ടല്ലോ, അവന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. സത്യം പറയുന്നതിൽ എന്നെ പിന്തിരിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. രാജാതിരാജനായ പടച്ചവനല്ലാതെ എന്റെ കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ദീനിനു വേണ്ടി ശക്തമായിട്ട് സത്യസന്ധമായി വർത്തമാനം പറയുന്ന വിഷയത്തിൽ ഒരു കടുകിട പോലും വ്യതിചലിക്കുന്ന ഭ്രഷ്ടവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്റെ മുഅ്മിനീങ്ങളെ, സഅലബത്ത് ഇബ്നു അബീ ഹാത്തിബിന് സമ്പത്ത് കൊടുത്ത പടച്ചവനെ സഅലബ മറന്നപ്പോ അല്ലാഹുവിന് വേണ്ടി ഇറക്കിയ ആയത്ത് കണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻഹും മൻ അഹദല്ലാഹ് ലഇൻ ആതാനാ മിൻ ഫളിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ വലമ്മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ബഖിലൂ ബിഹി വതവല്ലൂ വഹും മുഅ്രിദൂൻ. അല്ലാഹു പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് ഈ 2 പേര് വന്ന് പറയുമ്പോ പ്രവാചകന്റെ വിഷമം കൂടുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വേദന കൂടുകയാണ്. പ്രവാചകൻ വിഷമിച്ചിരിക്കുമ്പോ ഇതാ വരുന്നു ജിബ്രീൽ. നബിയെ, ആ മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിലുണ്ട് റസൂലേ ചിലര്, അവർ അല്ലാഹുവിനോട് കരാറ് ചെയ്യും നബിയേ, അവർക്ക് സമ്പത്ത് വന്നാൽ അവർ ചിലവഴിക്കാമെന്ന് പടച്ചവനോട് കരാറ് ചെയ്യും നബിയേ. വലമ്മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ബഖിലൂ ബിഹി വതവല്ലൂ വഹും മുഅ്രിദൂൻ. അവർക്ക് അല്ലാഹു തആല സാമ്പത്തികമായ കഴിവുകൾ കൊടുക്കുമ്പോ അവര് പിശുക്ക് കാണിക്കും നബിയേ. അവര് നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം മറന്നുകൊണ്ട് തിരിഞ്ഞു കളയും. യാ റസൂലല്ലാഹ്, അവര് മുനാഫിഖീങ്ങളാണ് നബിയെ, കപടന്മാരാണ്. അങ്ങനത്തെ കപടന്മാർ പലരും ഉണ്ട്. പുറമെ കാണുമ്പോൾ ഓക്കെയാണ്, പക്ഷെ ഹൃദയം ശരിയല്ല. ും